എൻ്റെ നാടൻ നെയ്യപ്പം പണ്ടത്തെ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേക്കണ അരിയാണിത്. ഇത് ഇനി മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് പുട്ടിൻ്റെ പാകത്തിന് പൊടിച്ചെടുക്കണം. അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. പുട്ടിൻ്റെ പൊടിയുടെ പാകത്തിനാണ് പൊടിച്ചെടുത്തേക്കണത്. അതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ ഒരു നാല് ഏലക്കായ, ഒരു 4 ഏലക്കായ പൊടിച്ച് ചേർക്കണം. പിന്നെ ഒരു സ്പൂൺ, 1 കിലോ അരിക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു 2 സ്പൂൺ നെയ്യ് ചേർക്കാം. ഒരു 2 സ്പൂൺ നെയ്യും ചേർത്തിട്ട് നമ്മൾ 1 കിലോ അരിക്ക് ഒരു 700 ഗ്രാം ശർക്കര പാനിയാക്കി ചേർക്കാം. അപ്പോൾ ശർക്കര പാനിയാക്കി ചേർക്കുമ്പോൾ നമ്മൾ ഒരു ചെറു ചൂട് പാകത്തിന് വേണം പാനി ചേർക്കാൻ. ഇതിപ്പോൾ കുറച്ച് അരിയേ ഉള്ളൂ, 2 ഗ്ലാസ് അരിയേ ഉള്ളൂ. ആ 2 ഗ്ലാസ് അരിക്ക് പാകത്തിന് ഉള്ള ശർക്കരയാണ് എടുത്തേക്കണത്. ഒരു 250 ഗ്രാം ശർക്കര കാണും. ഈ ശർക്കരയും നെയ്യും ചേർത്ത് നമ്മൾ ഭംഗിയായിട്ട് ഇളക്കി ഒരു 4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ പാനി നമ്മൾ ഇങ്ങനെ ഈ പാനിയുടെ വെള്ളവും കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളം പാകത്തിന് ആയി കിട്ടണം. പാനിയുടെ വെള്ളം കൊണ്ട് തന്നെ. അപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ മുറിഞ്ഞ് വീഴാൻ പാകത്തിനുള്ള വെള്ളം വേണം. ഇങ്ങനെ മുറിഞ്ഞ് വീഴാൻ പാകത്തിന് ഉള്ള വെള്ളം വേണം. ഇതിപ്പോൾ ഈ വെള്ളം, ഈ അരിപ്പൊടി ലേശം നേരം ഇരുന്ന് കഴിയുമ്പോൾ അരിപ്പൊടി കുടിച്ച് ഇത് പാകത്തിനായി കിട്ടും. പതുക്കെ ഇങ്ങനെ നമ്മൾ തവിയിലെടുക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീഴാൻ പാകത്തിന് വേണം നമുക്ക് അരിപ്പൊടിയിൽ ഇത് ചേർക്കാനായിട്ട്. ഇനി ഇത് 4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിനകത്തേക്ക് നമുക്ക് നെയ്യും ചേർക്കാം. നെയ്യൊക്കെ ചേർത്ത് നമ്മളിത് ഇതാണ് പാകം. ഇങ്ങനെ മുറിഞ്ഞ് നമ്മൾ ഇങ്ങനെ തവിയും കൊണ്ടായാലും പണ്ടൊക്കെ ഇടണത് കൈയും കൊണ്ട് വാരി ആണ് ഇടണത്. അപ്പോൾ അതിങ്ങനെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ പോവാതെ ഇത്രയും മുറിഞ്ഞ് വീഴാൻ പാകത്തിന് ഉള്ള പാകമാണ് പണ്ടത്തെ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കണത്. അങ്ങനെയാണ്. ഒരെണ്ണം ഒഴിച്ചിട്ട് എണ്ണ ഉണ്ടെങ്കിൽ അതിൻ്റെ അരികത്ത് നമുക്ക് ഒന്നും കൂടെയും ഇങ്ങനെ ഒഴിക്കാം. ഇച്ചിരി വെന്ത് കഴിഞ്ഞിട്ടാണ് ഒഴിക്കണമെങ്കിൽ കൂട്ടി പിടിക്കില്ല. ഇപ്പോൾ അവിടെ കിടന്ന് വേവട്ടെ. അങ്ങനെ ഉണ്ടാക്കി വെച്ച നെയ്യപ്പാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലോണം ശർക്കര കൂടിയാലാണ് രുചി വരുള്ളൂ. ശർക്കര നല്ലോണം കൂടണം. ഇത് മുറിച്ച് നല്ല ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നെയ്യപ്പം നല്ല സോഫ്റ്റായിട്ട് നെയ്യപ്പവും കിട്ടിയിട്ടുണ്ട്. നല്ലോണം ഇത് നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഇത് നമ്മൾ കൈ കൊണ്ട് കോരി ഒഴിക്കാം മരങ്ങളുള്ളവർക്ക്, അല്ലെങ്കിൽ സ്പൂണും കൊണ്ട് കോരി ഒഴിക്കാം. അടിപൊളിയായിട്ടുണ്ട്.